എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 തിരുവോണം നാളിന് മുമ്പ് തന്നെ ഈ നക്ഷത്ര ജാതകരിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിയും. പല ആഗ്രഹങ്ങളും സഫലീകരിക്കുകയും ജീവിതത്തിൽ വിജയസാധ്യതകൾ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾ തിരുവോണം നാൾ വരെ ഇവർക്ക് ലഭിക്കുകയാണ്. ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ടൊന്ന് അറിയും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകർക്ക് തിരുവോണം നാൾ വരെയുള്ള നക്ഷത്രഫലം, അവരെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് വിശദമായിട്ട് പങ്കുവെക്കാം. 2 കുജൻ, വ്യാഴൻ, 4 ആദിത്യൻ, 5 ബുധൻ, ശുക്രൻ, 6 കേതു, 11 ശനി, 12 രാഹു. ഇതാണ് നിലവിലത്തെ ഗ്രഹനില. അതുകൊണ്ട് തന്നെ തിരുവോണം ദിനം വരെ ഇവർക്ക് ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ചിലവുകൾ കുറയുകയും മനസ്വസ്ഥത വർദ്ധിക്കുകയും ചെയ്യും. സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവങ്ങൾ മാറിക്കിട്ടും. വീട്ടിൽ സന്തോഷം നിറഞ്ഞൊരു അവസരം സംജാതമാകും. അവിചാരിതമായ ചില ധനാഗമങ്ങൾ ഉണ്ടാകും. ഉത്കൃഷ്ട സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ആത്മീയമായ അറിവുകൾ ലഭിക്കാൻ ഇടയുണ്ട്. ഔദാര്യവും ഗർവും ഉണ്ടാകും. ചില പാപകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീർക്കെട്ട്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷനിവാരണാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ വ്യാഴം, കുജൻ 3, ആദിത്യൻ 4, ബുധൻ, ശുക്രൻ 5, കേതു 10, ശനി 11. ഇങ്ങനെയാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള ബന്ധുക്കൾ ഉണ്ടാകാനും അവരിൽ നിന്ന് അപ്രതീക്ഷിത സഹായ സഹകരണങ്ങൾക്കും സാധ്യതകൾ ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. മനസ്വസ്ഥത എന്തെന്നില്ലാതെ വർദ്ധിച്ചു വരുന്ന ദിവസങ്ങളാണ്. തിരുവോണം നാളിന് മുമ്പായിട്ട് തന്നെ ഒരു സന്തോഷ വാർത്ത ഇവരെ കാത്തിരിക്കുന്നുണ്ട്. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ധനാഗമങ്ങൾ ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. പുതിയ വീടിനായിട്ടും ശ്രമിക്കാം. ശരീരക്ഷീണം, കർണരോഗം ഇവ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റത്തിന് ഇടയുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ചില സഹായം ലഭിക്കും. കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് ചില അനുകൂല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അബദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ തിരുവോണം ദിനത്തിന് മുമ്പ് ലഭിക്കും. വിദേശത്ത് തൊഴിലിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം. 2 ആദിത്യൻ, 3 ബുധൻ, ശുക്രൻ, 4 കേതു, 9 ശനി, 10 രാഹു,
12 ആദിത്യൻ, വ്യാഴം ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ തിരുവോണം ദിനം വരെ ധനനേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ്. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. പോലീസ് കേസുകളിലും മറ്റും പെട്ടുപോയവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കും. സന്തോഷ അനുഭവങ്ങൾക്കിടയുണ്ട്. സ്ഥാനക്കയറ്റത്തിനും ഇടയുണ്ട്. സത്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും. വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കും. നേത്രരോഗം ശ്രദ്ധിക്കണം. തൊഴിൽ ഇടങ്ങളിൽ സമാധാനം വർദ്ധിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കിടയുണ്ട്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടാകും. ദോഷനിവാരണാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ആദിത്യൻ, 2-ൽ ബുധൻ, ശുക്രൻ, 3-ൽ കേതു, അഷ്ടമത്തിൽ ശനി, 9-ൽ രാഹു, 11-ൽ കുജൻ, വ്യാഴം ഇതാണ് ഗ്രഹനില. ഈ ദിവസങ്ങളിൽ ഗ്രഹസ്ഥാനം വെച്ച് നോക്കിയാൽ തിരുവോണം നാൾ വരെ ചിലവുകൾ വളരെ കുറയാനും സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കാനും സാധിക്കും. ശരീരക്ലേശങ്ങൾ മാറിത്തുടങ്ങും. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ധനസമൃദ്ധി ഉണ്ടാകും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. അർശോരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായിട്ട് ശത്രുതയിൽ ആകാതെ ശ്രദ്ധിക്കുക. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ ഒഴിഞ്ഞു വരും. നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. അച്ഛനുമായിട്ടുള്ള കലഹങ്ങൾ കൂടാതെ ഒന്ന് ശ്രദ്ധിക്കണം. അക്ഷമ കുറഞ്ഞിരിക്കുന്നൊരു സമയമായതുകൊണ്ട് പല ദോഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കുക. ദോഷനിവാരണാർത്ഥം ശിവങ്കൽ ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ബുധൻ, ശുക്രൻ, 2-ൽ കേതു, 7-ൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10-ൽ കുജൻ, വ്യാഴം, 12-ൽ ആദിത്യൻ ഇതാണ് ഗ്രഹനില. വിശേഷ കാര്യങ്ങളെ അറിയുവാൻ ഇടയാകും. നിന്ദ്യമായി സംസാരിക്കാതിരിക്കുക. വാതരോഗം, നേത്രരോഗം ഇവ ശ്രദ്ധിക്കണം. അപമാനം കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ആകും. സൽക്കർമ്മങ്ങൾക്ക് ഫലം ഉണ്ടാകും. ധനലാഭം ഉണ്ടാകും. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും. ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു വരും. ധനനഷ്ടങ്ങൾ പ്രതീക്ഷിച്ചു വേണം മുന്നോട്ട് പോകാം. സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. ദൂരയാത്രകൾ കൊണ്ട് പ്രയോജനങ്ങൾ ഉണ്ടാകും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗത്തുണ്ടാകുന്ന കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിലെ മുടക്കങ്ങൾ നീങ്ങിവരും. ദോഷനിവാരണാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ദന്തരോഗങ്ങൾ ഉള്ളവർക്ക് അതിന് ശമനം കണ്ടു തുടങ്ങും. ന്യായമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കാതിരിക്കുക. തിരുവോണം നാളിന് മുമ്പായിട്ട് തന്നെ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ കുറച്ച് സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട്. ഇവർ 24, 27, 99 എന്നീ ഭാഗ്യ നമ്പറുകൾ വരുന്ന ലോട്ടറികൾ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കലഹവാസന കൂടുതലാകാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാം. സ്ഥാനക്കയറ്റം ലഭിക്കും. കാര്യവിജയങ്ങൾ പ്രതീക്ഷിക്കാം. പലവിധ രോഗാരിഷ്ഠതകളിൽ നിന്ന് മോചനം ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം നിറഞ്ഞൊരു കാലഘട്ടമാണ് വരുന്നത്. അസാധ്യമെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടും. ഭാര്യ ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തെക്കുറിച്ച്
ആശങ്കയ്ക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ഗവൺമെൻറ് ജോലിക്കാർ സൂക്ഷ്മതയോടുകൂടി പെരുമാറുക. ദോഷനിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും അഷ്ടോത്തരാർച്ചനയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.